الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ألم تروا أن الله سخر لكم ما في السماوات وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنة ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്. മഹാനായ ചക്രവർത്തി ഹാറൂൺ റഷീദ് ഒരിക്കൽ സമൂഹത്തിലെ വലിയ പണ്ഡിതനായ ഇബ്നു സമ്മാക്കിനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്ന് ഉപദേശിക്കണം. അങ്ങനെ ഇബ്നു സമ്മാക്ക് അവിടെ ഇരുന്ന ആ സമയത്ത് രാജാവ് അല്പം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഇബ്നു സമ്മാക്ക് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരല്പം വെള്ളം കുടിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു, വെള്ളം കിട്ടാനില്ല എങ്കിൽ നിങ്ങൾ എന്ത് കൊടുത്തത് വാങ്ങും? അദ്ദേഹം പറഞ്ഞു, എന്റെ സാമ്രാജ്യത്തിന്റെ പകുതി കൊടുത്ത് എനിക്ക് കുടിക്കാനുള്ള വെള്ളം ഞാൻ വാങ്ങും. ശരി, കുടിച്ചോളൂ. കുടിച്ചു കഴിഞ്ഞ് ഇബ്നു സമ്മാക്ക് പറഞ്ഞു, നിങ്ങളിപ്പോ കുടിച്ച വെള്ളം പുറത്തേക്ക് വരണമല്ല, മൂത്രമായും വിസർജ്യമായും വിയർപ്പായും അങ്ങനെ ഒരു അവസ്ഥ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ സാമ്രാജ്യം മുഴുവൻ കൊടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്യുമെന്ന്. അപ്പൊ ഇബ്നു സമ്മാക്കിന്റെ ഉപദേശം, ഒരു കുപ്പി വെള്ളം, ഒരു മുറുക്ക് വെള്ളത്തിന് പോലും വിലയില്ലാത്ത ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കാൻ പാടില്ല, അതിനെ ഖേദിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഈ ഒരു ചരിത്ര കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആഫിയത്തിന്റെ വില. ആഫിയ എന്താണ്? ആഫിയത്ത് എന്ന് പറയുമ്പോൾ രോഗമില്ലാത്ത ശരീരം, ഭയമില്ലാത്ത മനസ്സ്, പാപങ്ങളിൽ നിന്നും മുക്തമായ ജീവിതം, ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് അതിനാണ് ആഫിയത്ത്. നല്ല ആഫിയത്താണെന്ന് പറയും. അവിടെ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് കുഴപ്പമൊന്നുമില്ല എന്നാണ്. എന്നാൽ ആഫിയത്ത് എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തമായത്, ദുനിയവിയായ പ്രയാസങ്ങളും ഉഖ്റവിയായ പ്രയാസങ്ങളും ഒക്കെ അതൊന്നുമില്ലാത്ത അവസ്ഥക്കാണ് ആഫിയത്ത് എന്ന് പറയുന്നത്. മരണാനന്തരമുള്ള ആഫിയത്ത്, നരകമുക്തി, ഖബറിലെ രക്ഷ, ഫസഉൽ അക്ബർ എന്നുള്ള നിർഭയത്വം, ഇതൊക്കെ ആഫിയത്ത്. മുൻഗാമികൾ പറയാറുണ്ട്, അനുഗ്രഹത്തിന്റെ ഹെഡ് 3 അതിലൊന്ന് ഇസ്ലാമാണ്. ഇസ്ലാമല്ലേ പിന്നെ ഒക്കെ കഴിഞ്ഞല്ലോ.
രണ്ടാമത്തത് ആഫിയത്താണ്. കാരണം ആഫിയത്തില്ലെങ്കിൽ ഒരിക്കലും ജീവിതം സുഖകരമാകുകയില്ല. മൂന്നാമത്തത് ഐശ്വര്യമാണ്. ഐശ്വര്യമില്ലാത്ത അവസ്ഥ വരുമ്പോഴും ജീവിതം പ്രയാസകരമാകുമെന്ന്. ദീനിലെ ആഫിയത്ത് എന്ന് പറയുമ്പോൾ മതത്തെ കളങ്കപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ മുക്തമായി ജീവിക്കുക. ശിർക്കില്ല, കുഫ്റില്ല, വൻപാപങ്ങളില്ല, ചെറിയ പാപങ്ങൾ നിരന്തരമായി ചെയ്യുന്നില്ല, അനാചാരങ്ങളില്ല, ബിദ്അത്തുകളില്ല, അല്ലാഹു നിർബന്ധമായി ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുന്നില്ല, ആരാധനകൾ അനാസ്ഥ കാണിക്കുന്നില്ല. അതാണ് ദീനിനുള്ള ആഫിയത്ത്. അതേപോലെ തന്നെ ദുനിയാവിലെ ആഫിയത്ത് എന്ന് പറയുമ്പോൾ ഐഹിക ജീവിതത്തിലെ തിന്മകൾ, ചെയ്യാൻ സാധ്യതയുള്ള തിന്മകളിൽ നിന്നുള്ള രക്ഷ ചോദിക്കലാണ്. ഒരു അടിമക്ക് ദോഷകരമായി ബാധിക്കുന്ന എന്തെല്ലാമുണ്ടോ ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടുക എന്നതാണ് ദുനിയാവിലെ ആഫിയത്ത് എന്ന് പറയുന്നത്. ആഖിറത്തിലെ ആഫിയത്ത് പരലോകത്തെ ഭീതിയിൽ നിന്നും കാഠിന്യങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെയുള്ള സുരക്ഷയാണ്. കുടുംബത്തിൽ ആഫിയത്ത് ഉണ്ടാവും, കുറെ പൈസയൊക്കെ ഉണ്ടാവും, പക്ഷേ അവിടെ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥകളുണ്ടാവും. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം, മക്കൾ തമ്മിൽ പ്രശ്നം, പൈസയ്ക്ക് യാതൊരു കുറവൊന്നുമില്ല. അപ്പൊ അങ്ങനെ കുടുംബത്തിലെ ആഫിയത്ത് എന്ന് പറയുമ്പോൾ കുടുംബത്തിന് കുഴപ്പങ്ങൾ വരാത്ത രൂപത്തിൽ, ബന്ധവിച്ഛേദനങ്ങളില്ലാത്ത രൂപത്തിൽ, സാഹോദര്യം നിലനിൽക്കുന്ന രൂപത്തിൽ കുടുംബത്തെ രക്ഷിക്കണേ, പരീക്ഷണങ്ങൾ വരരുതേ ആഫിയത്ത്. സ്വത്തിലുള്ള ആഫിയത്ത് എന്ന് പറയുമ്പോൾ സമ്പത്തിന് ഭവിക്കാവുന്ന നഷ്ടങ്ങളും അപകടങ്ങളിൽ നിന്ന് മുക്തമാകുക എന്നതാണ്. വെള്ളപ്പൊക്കം, പ്രകൃതിക്ഷോഭം, ഭൂകമ്പങ്ങൾ, തീപിടുത്തം, മോഷണം, ഇതൊന്നുമില്ലാതെ എന്റെ സമ്പത്തിന് ആഫിയത്ത് തരണേ എന്നാണ് പറയുക. ആരാധനകളിൽ ഇപ്പോ ഇങ്ങനെ കുറെ, അതുകൊണ്ടാണ് ആഫിയത്തിന് വേണ്ടിയുള്ള ദുആ എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു. ആഫിയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും എല്ലാം ഉൾപ്പെട്ടു എന്നാണ്. ആഫിയത്തില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ ആരാധനകൾ ശുഷ്കാന്തിയോടുകൂടി ചെയ്യാൻ സാധിക്കുകയില്ല, മനസ്സിന് സമാധാനമുണ്ടാകുകയില്ല, ജീവിതത്തിൽ വിജയം നേടുകയില്ല. ആ കൂടെ പ്രശ്നം. എന്തിനാ ഇസ്ലാം മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബാധ്യതകൾ കുറെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, രോഗിയെ സന്ദർശിക്കുക. ഒരു കിഡ്നി രോഗി, അല്ലാഹു ആഫിയത്ത് നമുക്ക് എല്ലാവർക്കും നൽകുന്നതാണ്. അയാൾ കുടിക്കുന്ന വെള്ളം കൃത്യ കണക്കാണ്, അതിന്റെ അപ്പുറം കുടിച്ചുകൂടാ. മൂത്രത്തിൽ കല്ല് വന്ന, മൂത്രസഞ്ചിയിലോ ഉർക്കയിലൊക്കെ കല്ല് വന്ന ആളുകൾ അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകുന്നു. അതിനൊരു പ്രയാസം. ഒന്ന് മൂത്രമൊഴിച്ച് കിട്ടുകയാണെങ്കിൽ ദുനിയാവ് നാശകരം കൊടുക്കാം. അത്ര കടച്ചിലും വേദനയും പ്രയാസവും. മലമൂത്ര വിസർജനം നേരാവണ്ണം ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ, എന്തൊരു പ്രയാസമാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ആഫിയത്ത് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു, ശരീരം തളരുന്നു, മനുഷ്യന്റെ കർമ്മശേഷിയെ ബാധിക്കുന്നു, ആരാധനകൾ ഉണർച്ചയുണ്ടാകുകയില്ല. രോഗിയുടെ ഇബാദത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ആരോഗ്യമുള്ള ഒരാളെ പോലെ പള്ളിയിൽ പോകാൻ സാധിച്ചു കൊള്ളുന്നില്ല, അയാളെ നിയ്യത്തിന് കൂലി കിട്ടി. നിന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞോളുന്നില്ല, നോമ്പെടുക്കാൻ സാധിച്ചു കൊള്ളുന്നില്ല. ജീവിതത്തിന്റെ സന്തുലനാവസ്ഥ തന്നെ നഷ്ടപ്പെട്ടു. കുടുംബത്തിന്റെ നെടുന്തൂണായിരുന്ന ഭർത്താവ് അല്ലെങ്കിൽ പുരുഷൻ ഒരു ആക്സിഡന്റോ പെട്ടെന്ന് വന്ന ഒരു രോഗമോ മുഖേന തളർന്ന് കടന്നു കഴിഞ്ഞാൽ എന്താ പിന്നെ കുടുംബത്തിന്റെ അവസ്ഥ? എത്ര വലിയ പൈസക്കാരനാകട്ടെ, എത്ര കാലം ആളുകൾ നോക്കും? നോക്കുന്ന ആളുകൾ തന്നെ എത്രത്തോളം നോക്കും? സ്വന്തം ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഒരാളുടെ സഹായം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അയാൾ എത്ര തന്നെ ചെയ്തെന്നാലും ആ ആഫിയത്തിനൊക്കെ ഒരു പരിധിയുണ്ട് എന്ന്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ആഫിയത്തിന് വേണ്ടി ചോദിച്ചോളൂ. ദുനിയാവും ആഖിറവും എല്ലാം ഉൾപ്പെടുന്നതാണ്. റസൂലുള്ളാഹിയുടെ പിതൃ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞു, അല്ലിംനി ഷൈഅൻ അസ്അലുല്ലാഹ്, നബിയെ അള്ളാഹിനോട് ദുആർക്കാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണേ. അളാപ്പ അലൈ മൂത്താപ്പ ചോദിക്കണം. അപ്പൊ റസൂലുള്ളാഹി ചെറിയൊരു വാചകം, അള്ളാഹിനോട് ആഫിയത്തിനെ കുറിച്ച് ചോദിച്ചോ അളാപ്പ.
കുറച്ചു കഴിഞ്ഞു വീണ്ടും വന്ന് ഇതേ ചോദ്യം ചോദിച്ചു. അപ്പോൾ റസൂൽ പറഞ്ഞു ആഫിയത്തിന് വേണ്ടി ചോദിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം ഒരു കാര്യം പഠിപ്പിച്ചു, അള്ളാഹിനോട് ദുആർക്കാൻ പറ്റിയ ദുആ പഠിപ്പിച്ചു തരീ. അള്ളാഹിനോട് ആഫിയത്തിന് വേണ്ടി ചോദിച്ചുകൊള്ളുക എന്നാണ്. ഇമാം ബുഖാരി അവിടുത്തെ അദബുൽ മുഫ്രദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു ഹദീസ് റസൂൽ പറഞ്ഞു, ഒരാൾക്ക് ആഫിയത്ത് ലഭിച്ചു കഴിഞ്ഞാൽ ഫഖദ് അഫ്ലഹ്ത, ഓൻ വിജയിച്ചു. മനസ്സമാധാനം, ശരീരത്തിന് പ്രശ്നമില്ല, കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാൻ താല്പര്യം, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ജോലിയെടുക്കുന്ന സ്ഥലത്ത് കച്ചവട രംഗത്ത് എല്ലായിടത്തും ഒരു സ്വസ്ഥത. ദീനിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊരു ചിന്ത. അങ്ങനെ എല്ലാ ആഫിയത്തും, ഈ ആഫിയത്ത് റബ്ബിനോട് ചോദിക്കുന്നത് റബ്ബിന് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഒന്ന് നമുക്കൊരു ഉപകാരം, രണ്ടെന്താ പടച്ചവന് ഇഷ്ടമാണ് അങ്ങനെ ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മമിൻ ദഅവത്തിൻ അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദുആയാണ് എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ മുആഫ, അലൈ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ. എനിക്ക് ഈ ദുനിയാവിൽ ഞാൻ ജീവിക്കുന്ന ഈ ദുനിയാവുണ്ടല്ലോ, മരണാനന്തരം ഒക്കെയുള്ള പരലോക ജീവിതമുണ്ടല്ലോ, അവിടെയൊക്കെ നീ എനിക്ക് ആഫിയത്ത് തരണേ എന്ന ആ ഒരു ദുആ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ. ഇങ്ങനെ പറയേണ്ടത് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ. എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്ത് നൽകണേ എന്ന് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അത് നമുക്കൊക്കെ അറിയുന്നതാണ്. ആ പ്രാർത്ഥനയിൽ ആഫിയത്ത് ചോദിക്കുക. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബേ, ദുനിയാവിൽ എനിക്ക് ഹസനത്തിലെത്തണം, ഏറ്റവും നല്ലത് എല്ലാ കാര്യത്തിലും, നല്ല ഭാര്യ, നല്ല കുട്ടികൾ, നല്ല ജോലി, നല്ല കുടുംബജീവിതം, നല്ല അയൽവാസികൾ, നല്ല മനസ്സം, എന്തും. വഫിൽ ആഖിറ, ആഖിറത്തിലും ഹസനത്ത് തരണം. സ്വർഗം അല്ല, സ്വർഗത്തിന്റെ ഫസ്റ്റ് ദറജ ജന്നത്തുൽ ഫിർദൗസ്, അതിൽ എന്നെ ഉൾപ്പെടുത്തണേ. അല്ലാഹു റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. ഇതൊക്കെ തകിടം മറിക്കുന്നതാണ്. വഖിന അദാബന്നാർ, നരകത്തിൽ നിന്ന് കാക്കണ റബ്ബേ. തവാഫ് ചെയ്യുന്ന ആള് റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലെത്തുമ്പോ ആ സ്ഥലത്ത് ചൊല്ലേണ്ടതാണ് ഈ ഒരു പ്രാർത്ഥന. ഉംറക്കും ഹജ്ജിനൊക്കെ മുമ്പ് തവാഫ് ചെയ്യാൻ പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊന്നുമില്ല. ശരിയാണെങ്കിൽ സുന്നത്തായ പ്രാർത്ഥന ഇതാണ്. എന്താണ്? ആഫിയത്തിന് വേണ്ടി ചോദിക്കുകയാണ് എന്ന്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. നേരത്തെ കളാപ്പാക്ക് പഠിപ്പിച്ചു കൊടുത്തു സലില്ലാഹൽ ആഫിയ, പേരക്കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ദിനി ഫീമൻ ഹദൈത വആഫിനി ഫീമൻ ആഫൈത. വിത്തറുള്ള ഖുനൂത്തുള്ള പ്രാർത്ഥനയാണ്, സുബഹിക്കുള്ള ഖുനൂത്തിലല്ല. എന്നെ നീ നേർമാർഗത്തിലാക്കിയ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ നേർമാർഗത്തിലാക്കണേ. വആഫിനി, റബ്ബേ, കുറെ ആളുകൾക്ക് നീ ആഫിയത്ത് കൊടുത്തിട്ടുണ്ട്, ആ ആഫിയത്ത് ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ എന്ന്. അതേപോലെ റസൂലുള്ളാഹി മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ആഫിനി മിൻ ശർരി സംഇ, എന്റെ കേൾവിയുടെ തിന്മകളുണ്ട്, കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുന്നുണ്ട്, അതിനോട് എനിക്ക് ആഫിയത്ത് തരണേ. വബസരി വലിസാനി വഖൽബി വമിൻ ശർരി മനിയി, എന്റെ ലൈംഗികാവയവം, എന്റെ ഹൃദയം, എന്റെ നാവ്, എന്റെ കണ്ണ്, എന്റെ കാത്, ഇതിൽ നിന്നൊക്കെ എനിക്ക് ആഫിയത്ത് തരണേ. അതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുക, അതിൽ നിന്നെ കാത്തു രക്ഷിക്കണേ എന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആഫിയത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ വലിയ സമ്പന്നനായിട്ടല്ല വഫാത്തായത്, പക്ഷെ ആഫിയത്തോടു കൂടിയാണ്. റസൂലുള്ളാഹി വയസ്സായി എണീക്കാൻ കഴിയാത്ത രൂപത്തിലല്ല വഫാത്തായത്. ഏതാനും ദിവസങ്ങൾ പനിയും അതിന് ക്ഷീണവും ഉണ്ടായത് ഒഴിച്ച്
ആഫിയത്ത് നഷ്ടപ്പെടും. ഒരു നല്ല നിലക്ക് ജീവിക്കുന്ന ഒരു കുടുംബം, അത്യാവശ്യം വരുമാനമുണ്ട്, ആ വരുമാനം തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്കാരനാണ്, അയാളുടെ കൂലിപ്പണി കൊണ്ടാണ് അയാൾ ആ കുടുംബജീവിതം മുന്നോട്ട് നയിക്കുന്നത് എങ്കിൽ അയാൾക്ക് വല്ല അപകടവും വന്നു കഴിഞ്ഞാൽ, സന്തോഷകരമായി പോകുന്ന ഒരു കുടുംബജീവിതത്തിൽ ചിത്രതയും കലാപവും പ്രശ്നങ്ങളും തലാഖും വിവാഹമോചനമൊക്കെ നടന്നുവെങ്കിൽ ആ ഭാര്യ ഭർത്താക്കന്മാരുടെയും കുട്ടികളുടെയൊക്കെ അവസ്ഥ ഒരു കാരണവശാലും റബ്ബേ ആഫിയത്ത് നീങ്ങിപ്പോകരുതേ എന്ന്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക. റബ്ബേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മളൊക്കെ എത്ര പ്രാർത്ഥിക്കണം? മിൻ സവാലി നിഅമതിക, നീ എനിക്ക് കയ്യും കണക്കുമില്ലാത്ത അനുഗ്രഹങ്ങൾ തന്നു, അതിലൊന്നുപോലും നീങ്ങിപ്പോകാതെ, മാഞ്ഞു പോകാതെ, നശിച്ചു പോകാതെ നിലനിർത്തണേ. അങ്ങനെ നീങ്ങിപ്പോകുന്നത് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വതഹവ്വുലി ആഫിയതിക, നീ നല്ല ആഫിയത്താ തന്നത്, മനസ്സിന് നല്ല സുഖാണ്, ഒരു ടെൻഷനും ഇല്ല, അധ്വാനം ജീവിക്കാനുള്ള ശേഷിയുണ്ട്, കഴിവുണ്ട്, എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. അതാണ് മാറി എന്റെ ആഫിയത്ത് നഷ്ടപ്പെടുന്നൊരവസ്ഥ റബ്ബേ നീ എനിക്ക് തരരുതേ. നിന്റെ എല്ലാ കോപങ്ങളിൽ നിന്നും ഞാൻ എന്തെങ്കിലും ചെയ്തു പോയതിന്റെ പേരിൽ പെട്ടെന്നുള്ള നിന്റെ പ്രതികാര നടപടികൾ റബ്ബേ നീ എന്നെ കാത്ത് രക്ഷിക്കണേ എന്നാണ്. ഖബർസ്ഥാന് പോകണം, ഖബർ സിയാറത്ത് നടത്തണം, അവിടെയും ആഫിയത്തിന് വേണ്ടി ചോദിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ ആഫിയത്ത് വേണം. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖുൻ നസ്അലുല്ലാഹ ലനാ വലക്കും അൽ ആഫിയ. ഖബറാളികൾക്ക് സലാം പറഞ്ഞ്, നിങ്ങളൊക്കെ ഞങ്ങളെ നേരത്തെ പോയവരാണ്, അധികം വൈകാതെ തന്നെ ഞങ്ങളും നിങ്ങളെ പിന്നാലെ ചേരുന്നതാണ്, നിങ്ങൾക്കും ഞങ്ങൾക്കും വേണ്ടി ഞാനിതാ ആഫിയത്തിന് ചോദിക്കുന്നു. ഇതാ ഖബറാളികൾക്ക് എന്താ ആഫിയത്ത് സമ്പത്ത് വേണോ? ഒന്നും വേണ്ട. പക്ഷേ ബർസഖിയായ ജീവിതത്തിലും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും അവിടെയാണ് വലിയ ആഫിയത്ത് വേണ്ടത്. ഇവിടെ ഇനിയിപ്പോ എന്ത് പരീക്ഷണം വന്നാലും അത് സഹിക്കേ നിവൃത്തിയുള്ളൂ, ക്ഷമിച്ചാൽ കൂലിയുണ്ട്. പക്ഷെ മരണാനന്തരം ഒരാൾക്ക് ഉഖ്റവിയായ ആഫിയത്ത് ലഭിച്ചിട്ടില്ല എങ്കിൽ എല്ലാം കഴിഞ്ഞു. അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരമൊക്കെ ചെല്ലേണ്ട കുറെ പ്രാർത്ഥനകളുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണത്. ആ പ്രാർത്ഥന ഒന്ന് കാണാതെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാവരും കഴിഞ്ഞോളന്നില്ല. നമ്മുടെ പള്ളിയിൽ അതിന്റെ പുസ്തകങ്ങളുണ്ട്, അല്ലെങ്കിൽ ജമീൽ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെയുള്ള പ്രാർത്ഥന, വൈകുന്നേരമുള്ള പ്രാർത്ഥന 10-15 മിനിറ്റ് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ സ്ഥിരമായി ചെല്ലുന്നതിന് അത്ര സമയം വേണ്ടി വരില്ല. അതിലൊരു പ്രാർത്ഥനയിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി ചൊല്ലുന്ന ഒരു പ്രാർത്ഥന. ലം യകുൻ റസൂലുള്ളാഹി യദഉ അദ്ദഅവാത് ഹീന യുംസി വ ഹീന യുസ്ബി. നേരം വെളുക്കുമ്പോഴും വൈകുന്നേരമാകുമ്പോഴും, സുബ്ഹി കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നവരെ, അസർ കഴിഞ്ഞ് മഗ്രിബ് വരെ, അസർ കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നവരെയുള്ള സമയത്ത്, ഈ സമയത്തിനുള്ളിൽ അല്ലാഹുവിന്റെ റസൂൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ പോയിട്ടില്ല എന്നാണ്. എന്താ പ്രാർത്ഥന? ആദ്യത്തെ പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയ ഫിദ് ദുനിയാ വൽ ആഖിറ. റബ്ബേ ദുനിയാവിൽ എനിക്ക് ആഫിയത്ത് തരണേ, ആഖിറത്തിൽ ആഫിയത്ത് തരണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വ ദുനിയായ. വീണ്ടും ആഫിയത്ത് ചോദിക്കുക. റബ്ബേ എന്റെ ദീനിന്റെ വിഷയത്തിൽ കുഫറിലേക്ക് പോകാതെ, ശിർക്കിലേക്ക് പോകാതെ, ബിദ്അത്തിലേക്ക് പോകാതെ, തിന്മകൾ ചെയ്തുകൊണ്ട് അമലുകൾ നിഷ്ഫലമാകാതെ, ബിദ്അത്തുകൾ ചെയ്തുകൊണ്ട് അമലുകൾ നിഷ്ഫലമാകാതെ, വൻപാപങ്ങൾ ചെയ്തുകൊണ്ട് നിന്റെ കോപം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആകാതെ, റബ്ബേ ദീനിന്റെ കാര്യത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും നീ എനിക്ക് ആഫിയത്ത് തരണേ. കുറെ പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം. ഹിസ്നുൽ മുസ്ലിം, ഒരു മുസ്ലിമിന് കിട്ടുന്ന കുറെ സംരക്ഷണങ്ങൾ, ആ ഒരു സംരക്ഷണമാണ് ഈ പ്രാർത്ഥനയ്ക്ക്. രാവിലെ ചെല്ലുമ്പോ, മനസ്സറിഞ്ഞ് ചെല്ലുമ്പോ കുറെ തിന്മകൾ നമുക്ക് അകന്നു നിൽക്കാൻ സാധിക്കുമെന്നാണ്. കുറെ അപകടങ്ങൾ ഒരുപക്ഷെ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തിയേക്കാം. കാരണം റബ്ബിനോട് രാവിലെ തന്നെ ചോദിക്കാം, റബ്ബേ
വൈകുന്നേരം വരെയുള്ള ആ സമയത്ത് ചോദിക്കുന്നത് എന്താണ്? എനിക്ക് ആഫിയത്ത് തരണേ, എന്റെ ദീനിന്റെ കാര്യത്തിൽ, എന്റെ ദുനിയാവിന്റെ കാര്യത്തിൽ, അതേപോലെ തന്നെ ആഖിറത്തിന്റെ കാര്യത്തിൽ റബ്ബിനോട് ചോദിക്കുകയാണ്. പ്രാർത്ഥനയല്ലേ? നേരത്തെ പറഞ്ഞു റബ്ബിനെ ഏറ്റവും ഇഷ്ടം ആഫിയത്ത് ചോദിക്കല. അപ്പൊ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഫിയത്ത് നാം ചോദിക്കും. ഇല്ല തരില്ല കേട്ടോ എന്ന് പറയും. ഇല്ല, അത് തരുമെന്നാണ്. അള്ളാഹുവിന് പ്രത്യേകമായ സംരക്ഷണം ഉണ്ടാകുമെന്ന്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലൗ അലിംതു അയ്യ ലൈലത്തി ലൈലത്തുൽ ഖദ്ർ, എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്നെങ്ങാനും ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, അവർ പറയാണ്, ഞാൻ ഇങ്ങനെ അധികമായി പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ, റബ്ബേ നിന്റെ വിട്ടുവീഴ്ച നീ എനിക്ക് വേണം. അല്ലാഹുമ്മ ഇന്നി തുഹിബ്ബുൽ റസൂലുള്ളാഹി പഠിച്ചു, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ, എനിക്ക് അഫ്വ് വിട്ടുവീഴ്ച ചെയ്യണം, എനിക്ക് മാപ്പാക്കണം, അതേപോലെ തന്നെ എനിക്ക് ആഫിയത്ത് തരണേ എന്ന് ലൈലത്തുൽ ഖദ്റാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ ചൊല്ലുമായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് എപ്പോഴും ഒരു സെക്കൻഡ് പോലും ഒഴിവാക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ആഫിയത്ത്. ആഫിയത്തിന്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും എല്ലാ ആഫിയത്തും ലഭിക്കപ്പെടുന്ന, നിലനിർത്തപ്പെടുന്ന സത്യവിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والصلاة والسلام على الحبيب المبعوث رحمة للعالمين نبينا محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. അള്ളാഹുവിന്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഈ ആഫിയത്ത് ഇങ്ങനെ നിലനിർത്താൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും ഉണ്ടാകണം. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് പടത്തിൽ തരുന്നത്, ഒക്കെ സൗജന്യമായിരിക്കും. അപ്പൊ ആ റബ്ബിനെ കുറിച്ചും അവന്റെ കഴിവുകളെ കുറിച്ചും അവന്റെ കുദ്റത്തുകളെ കുറിച്ചൊക്കെയുള്ള ഒരു ഓർമ്മ. തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട്, തെറ്റ് ചെയ്താൽ അല്ലാഹു തൗബ സ്വീകരിക്കും, മരണാനന്തരം സ്വർഗവും നരകമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്താലും പടച്ചവൻ കാണുന്നുണ്ട്, മലക്ക് രേഖപ്പെടുത്തുന്നുണ്ട്, പരലോകത്ത് കിതാബ് കയ്യിൽ കിട്ടും, അതിന്റെ പേരിൽ വിചാരണ ഉണ്ടാവും എന്നൊക്കെയുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, ഓർമ്മ, അത് മനസ്സിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം നല്ലവരായി ജീവിക്കുകയും അങ്ങനെ ആഫിയത്തിന് വിധേയരാകുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത് ഈ മനസ്സറിഞ്ഞ് ആഫിയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ഒട്ടനവധി ഹദീസുകൾ നമ്മൾ പറഞ്ഞു. അവിടെയൊക്കെ ആഫിയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഒട്ടനവധി സന്ദർഭങ്ങളിലുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ തന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ, റബ്ബേ ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് അഫ്വ് തരണേ, ആഫിയത്ത് തരണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് നിഷ്കളങ്കമായ പ്രവർത്തനങ്ങൾ, അത് റബ്ബുമായുള്ള ബന്ധത്തിലാകട്ടെ മനുഷ്യരുമായുള്ള പ്രവർത്തനങ്ങളിലാകട്ടെ, തിന്മകളിൽ നിന്നും അകന്നു നിന്ന് നിഷ്കളങ്കമായ ഇഖ്ലാസോടുകൂടിയുള്ള അമലുകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു ആഫിയത്ത് നൽകുമെന്നാണ്. അതേപോലെ തന്നെ അല്ലാഹുവിന് ശുക്ർ ചെയ്യുക. ലൈൻ ശകർത്തും, നിങ്ങൾക്ക് നൽകിയ ഔദാര്യത്തിനും നിഅമത്തിനും ആഫിയത്തിനും ഒക്കെ നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന ആഫിയത്തും അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വർദ്ധിപ്പിച്ച് അത് 10 മടങ്ങാക്കി തരുമെന്താ. അതുകൊണ്ട് തരുന്നൊക്കെ പറയാം അൽഹംദുലില്ലാ. ചില ആളുകൾക്ക് എന്ത് കിട്ടിയത് അങ്ങനെ പോണ്, ഒരു എഴഞ്ഞു നീങ്ങുന്നത് പോലെ. മുൻഗാമിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു എഴഞ്ഞു നീങ്ങുന്ന വാക്കുകൾ കിട്ടും. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, എപ്പോഴും അൽഹംദുലില്ലാ. കാരണം പൈസ കൊടുത്തിട്ടല്ല അല്ലാഹു നമുക്ക് ഇതൊന്നും തരുന്നത്, അല്ലാഹു നമ്മളെ പറഞ്ഞയച്ചതാണ് ഇങ്ങോട്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു ശുക്ർ ചെയ്യുന്ന, നന്ദി ചെയ്യുന്ന ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണമെന്നാണ്. മറ്റുള്ളവരെ സഹായിക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, സൽക്കർമ്മങ്ങൾ മുന്നേറുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോഴും അള്ളാഹുവിന്റെ ആഫിയത്ത് ലഭിക്കുകയും നിലനിൽക്കുകയും ചെയ്യും. ആഫിയത്തില്ലാത്ത ഒരു സെക്കൻഡ് പോലും നമുക്ക് ആലോചിച്ചു റസൂലിന്റെ പ്രാർത്ഥന, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും റബ്ബേ എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുത്, എന്നിലേക്ക് ഏൽപ്പിക്കരുതേ എന്നത് ഈ ആഫിയത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവുമാണ് അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും
നമുക്കെല്ലാവർക്കും പൂർണ്ണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ. ലഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ആഫിയത്ത് അള്ളാഹു 10 മടങ്ങാക്കി വർദ്ധിപ്പിച്ച് തരട്ടെ. ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആഫിയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. കുടുംബങ്ങളിലും അയൽപക്കങ്ങളിലും ദീനിയായ കാര്യങ്ങളിലും പരലോകത്തുമൊക്കെ ഒരു സമ്പൂർണമായ ആഫിയത്തും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ പ്രദാനം ചെയ്ത് അള്ളാഹുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. മരണപ്പെട്ട ആളുകൾക്ക് ബർസഖിയായ ജീവിതത്തിൽ അള്ളാഹു സമ്പൂർണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ. നമ്മൾ മരിക്കുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുവാനും ബർസഖിയായ ജീവിതം ആഫിയത്തോടുകൂടി ക്ഷേമത്തോടുകൂടി ആകുവാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ارحمهما كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم إنا نسألك العفو والعافية. اللهم إنا نسألك العفو والعافية في ديننا ودنيانا وأهلنا ومالنا واستر عوراتنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.